തോരാതെ മഴ പെയ്ത കാലമുണ്ട്. ഏ 70-80 കാലഘട്ടത്തിലാണ് കറക്റ്റ് ഇയർ എനിക്ക് ഓർമ്മയുണ്ട്. 24 മണിക്കൂർ 2 ദിവസം രായും പകലും മഴ. വെള്ളപ്പൊക്കം ഉണ്ടാവും. വെള്ളപ്പൊക്കം ഉണ്ടായില്ല, പക്ഷേ മണ്ണിടിച്ചിലോ? മണ്ണിടിച്ചൊന്നും അന്നുണ്ടായില്ല. പക്ഷെ ശക്തമായ മഴയല്ല, എന്നാൽ കുടയില്ലാതെ ഇന്നൊക്കെ 2 ദിവസത്തേക്ക് യാതൊരു പണി കാര്യങ്ങളും ഒന്നും ചെയ്യില്ല, പണിക്കാരെല്ലാം ചെയ്യുകയാണ്. പിന്നെ അന്നത്തെ കാലാവസ്ഥയിൽ ഇന്നത്തേക്കാൾ തണുപ്പുമുണ്ട്. മഴ പെയ്താലല്ലേ കോട വരുള്ളൂ. ആ വേനൽക്കാലത്ത് കോടയില്ല, മഴ പെയ്യുമ്പോഴേ കോടയില്ല. കോടമഞ്ഞാണ് മെയിൻ. പക്ഷെ അന്ന് കോടമഞ്ഞിന് ഒരു പ്രാധാന്യം ഇല്ല. ഞങ്ങളൊക്കെ ചെന്ന കാലത്ത് ഇങ്ങനെ ഒരു നമ്മുടെ മലയിലുണ്ടാകുന്ന ഒരു പ്രതിഭാസം, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ചിന്തയുണ്ട്. ജനിച്ചു വളർന്ന അവിടെ ഇത് കാണാനും ആൾക്കാർക്ക് കോട ഇറങ്ങിയെന്ന് പറയുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയാണ്. നിങ്ങളോട് ജനിച്ചു വളർന്നത്. അതെ, അതുകൊണ്ട് പുറമേ നിന്ന് വരുന്നവർക്ക് അത് വലിയ കാര്യം. പക്ഷെ അന്ന് വഴി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ടൂറിസ്റ്റ് ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ കോട വിറ്റല്ല പൈസ ഉണ്ടാക്കുന്നു. ആൾക്കാരെ പറഞ്ഞിട്ട് അല്ല, ആൾക്കാർക്ക് അതുകൊണ്ട് എന്താ മെച്ചം? ആൾക്കാർക്കല്ല, റിസോർട്ടുകാർക്ക്. റിസോർട്ടുകാരിപ്പോൾ അതുകൊണ്ട് പൈസ വാങ്ങും. ആൾക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ? ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. ഈ ടൂറിസ്റ്റുകളെ കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ വയ്യാത്ത ശല്യങ്ങളുണ്ട്. നമ്മുടെ പറമ്പിൽ റോഡ് സൈഡിൽ എന്ത് സാധനം മുഖാലും അത് നമ്മളോട് ചോദിക്കാതെ പറച്ചെടുത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൂച്ചെടി, എൻ്റെ വീടിൻ്റെ അടിവശത്ത് ഞാൻ റോഡ് സൈഡ് ആ കുണ്ടകൾ മുഴുവൻ പൂച്ചെടി പിടിപ്പിക്കും. കാറ് കൊണ്ടുവന്ന് നിർത്തി വെച്ചിട്ടുണ്ടല്ലോ, ആരും അറിയാതെ വെട്ടിയെടുക്കുന്നു. അടിയെടുക്കണോ? ഉടനെ നമ്മൾ മാത്രമല്ല, അത് വേണമെങ്കിൽ പുള്ളിക്കാറ്റി പറയും, നിങ്ങൾ ചോദിച്ചാൽ മതി പറിച്ചു തരാൻ. ഇവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇത് വലിച്ചു കൊടുക്കുക, അത് പൊട്ടിക്കും. കക്കാടംപോലിന് എങ്ങനെ പേര് വന്നത്? കക്ക കമത്തി വെച്ച പോലെയുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ. അതുപോലെ കക്ക കമത്തി വെച്ച് കണ്ടിട്ടില്ല. അതുപോലത്തെ ഒരു ഇങ്ങനെ അടുത്തടുത്ത് ഒരു കുറെ കക്ക ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ആ ഷേപ്പിൽ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് കക്കാടംപോയിൽ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ താഴ്വാരത്തിലൊക്കെ വെള്ളപ്പറമ്പ് ഉണ്ടെന്നുള്ള അതുകൊണ്ടാണ് കക്കാടം പൊയിലിന് പോയി. പൊയിൽ എന്ന് പറഞ്ഞാൽ വെള്ളം. കക്ക കമത്തി വെച്ച പോലത്തെ കുന്നുകൾ, കുന്നിന്റെ ചരിവിൽ ഈ പൊയില് പോലുള്ള വെള്ളച്ചാട്ടങ്ങൾ. വെള്ളച്ചാട്ടമല്ല, നീരൊഴുക്ക്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ വെണ്ടാക്കംപോയിലോ? വെണ്ടേക്കുംപോയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഈ വെണ്ടേക്ക് എന്ന് പറഞ്ഞ മരം ഒരുപാടുണ്ടായിരുന്നു. അത് ഒരു മരത്തിൻ്റെ പേരാണ് വെണ്ടേക്ക്. അല്ലെങ്കിൽ അതിന് ഇപ്പോൾ തിരുവിതാംകൂറിലാണെങ്കിൽ വെള്ളിലാവ്. ഇവിടെ പിന്നെ വെണ്ടേക്കെന്നാണ്. അപ്പോൾ ആ മരങ്ങൾ ഒരുപാടുള്ള പ്രദേശവും അവിടെ ഈ പറഞ്ഞ പോലെയുള്ള നീരൊഴുക്കും നെടുമ്പൊഴുക്കും ഉള്ളത് വെണ്ടേക്കും പോയി. കക്കാടംപോയിലിനൊക്കെ ഇങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ടല്ലേ, കക്ക കമത്തി വെച്ച പോലത്തെ കുന്നുകൾ.